ഇപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയിട്ടും ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ട്രഷറി ഫങ്ഷൻസ്. ഇപ്പോൾ ആദ്യം ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്നുള്ളതും വെച്ചിട്ടാണ് തുടങ്ങിയ ചാപ്റ്റർ. തുടക്കത്തിൽ ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എൻ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് സെയിൽ ചെയ്യുന്ന മാർക്കറ്റ്. അതായത് ഇപ്പോൾ സാധാരണ കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ടല്ലോ, കമ്മോഡിറ്റി മാർക്കറ്റിൽ എന്താ ഉണ്ടാവുക? കമ്മോഡിറ്റി വാങ്ങാനും വിൽക്കാനും സെല്ലേഴ്സും ഉണ്ടാവും, അതുപോലെ ബയേഴ്സും ഉണ്ടാവും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഷെയറോ അല്ലെങ്കിൽ ഡിബെഞ്ചറോ വാട്ടെവർ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ബയേഴ്സും ഉണ്ടാവും, അതേപോലെ സെയിൽ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ കമ്പനിയും. ഓക്കെ, ഇപ്പോ നമ്മള് എമൗണ്ട് കൂടുതലുള്ള ആൾക്കാരെ അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവരെയും അതേപോലെ തന്നെ ഡെഫിസിറ്റ് ആയിട്ട് ഫണ്ട് ഇല്ലാത്ത ആൾക്കാർ, ഫണ്ട് ഇല്ലാത്തെന്ന് പറഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഫണ്ട് വേണം. അപ്പോൾ അത് ഡെഫിസിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡെഫിസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ, ഫണ്ട് ആവശ്യമുള്ള ആൾക്കാർ, ദെൻ ഫണ്ട് കൂടുതലായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യുക, കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ആക്ച്വലി എന്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ആക്ട്സ് ആസ് എ പ്ലാറ്റ്ഫോം. എന്തിനുള്ള പ്ലാറ്റ്ഫോം? സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്. എന്താണ് ഈ മാർക്കറ്റ് ഫോഴ്സസ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദി ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിൽ ഉണ്ടാവുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ആക്ച്വലി മാർക്കറ്റ് ഫോഴ്സസ്. ഈ ഡിമാൻഡ് കൂടുതലുള്ള സമയത്താണ് സാധാരണ എന്ത് ചെയ്യാറ്, പ്രൈസ് കൂടാറ്. ദെൻ സപ്ലൈ കൂടുന്ന സമയത്താണ് പ്രൈസ് കുറയാറ്. അപ്പോൾ അതുപോലെ തന്നെ സാധാരണ കമ്മോഡിറ്റി മാർക്കറ്റിലുള്ള പോലെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലും പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ഫെയർ പ്രൈസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നോർമലി ഇപ്പൊ ഡിമാൻഡ് കൂടുന്നത് അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ, വെറുതെ അല്ലല്ലോ ഈ പറഞ്ഞിരിക്കുന്ന ഷെയർസിന്റെ ഡിമാൻഡ് കൂടുന്നത്. അപ്പൊ ആ റീസൺ ആണ് ആക്ച്വലി അതിന്റെ ഫെയർ പ്രൈസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ആരല്ല ഫിക്സ് ചെയ്യുന്നത്? കമ്പനിയോ സെല്ലറോ അല്ലെങ്കിൽ ബയറോ അല്ല ഫിക്സ് ചെയ്യുന്നത്. പകരം എന്താണ്, ആ മാർക്കറ്റ് ഫോഴ്സസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫെയർ പ്രൈസ് കറക്റ്റ് ആയിട്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ആക്ച്വലി ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൂന്നും കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ആ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ആക്ച്വലി ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. അതിൽ സാധാരണ വരുന്ന പോലെ ഷെയർസ്, ബോൺസ്, ഡെറിവേറ്റീവ്സ് അല്ലെ, ഇതൊക്കെയാണ് സാധാരണ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. കൊമേഴ്ഷ്യൽ പേപ്പർ, കൊമേഴ്ഷ്യൽ ബില്ല്, അതേപോലെ ട്രഷറി ബില്ല്, ഇതൊക്കെ ആക്ച്വലി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ആക്ച്വലി ഇതൊരു സെക്യൂരിറ്റി ആണ് അല്ലെ, ഒരു സെക്യൂരിറ്റി അല്ല, അല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളൊരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു പ്രൂഫാണ്. നമ്മൾ ഫണ്ട് കൊടുത്തതിനുള്ള ഒരു പ്രൂഫ് പോലെ ഒരു മീഡിയം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് ഷെയർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിരിക്കും. ദെൻ ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കമ്പനീസ് ആണെങ്കിൽ കമ്പനീസ് സെല് ചെയ്യും അല്ലെ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും നോർമലി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സെയിൽ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് ഷെയർസ്, അതേപോലെ ബോണ്ടൊക്കെ കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ ട്രഷറി ബില്ല് RBI ആണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ബോണ്ട്, ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ഇഷ്യൂർ ഉണ്ടാവും, അത് ബൈ ചെയ്യാനായിട്ട് നോർമൽ എന്ത് ചെയ്യാം, എന്താണ് നമ്മളെ പോലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, പബ്ലിക് ആണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആയി. നെക്സ്റ്റ് വരുന്നത് എന്താ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു ഇന്റർമീഡിയറി ആണ് ആക്ച്വലി. ഇന്റർമീഡിയറി, ഓക്കെ, ലൈക്ക് ബാങ്ക്, ബിൽഡിംഗ് സൊസൈറ്റീസ്, ഇൻഷുറൻസ് കമ്പനി, പെൻഷൻ ഫണ്ട്സ് ഒക്കെ ആയിരിക്കും ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അതായത് ഓർഗനൈസേഷൻ, ഫിനാൻസ് ആയിട്ട് ബന്ധപ്പെട്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ. ലൈക്ക് ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ സേവിങ്സ്, അതേപോലെ ബോറോയിങ്സ്, അങ്ങനത്തെ സർവീസസ്. ബിൽഡിംഗ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുക. പക്ഷെ ആ ബിൽഡിംഗ് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മെമ്പേഴ്സ് ഉണ്ടാവില്ലേ, ആ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ബാങ്കിങ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ബിൽഡിംഗ് സൊസൈറ്റീസ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ട്, ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ബോറോയിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ അതിന്റെ ബാങ്കുമായിട്ടുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, ബാങ്കിൽ പബ്ലിക്കിന് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും, ബോറോ ചെയ്യാനും പറ്റും. നേരെ മറിച്ച് ബിൽഡിംഗ് സൊസൈറ്റി അങ്ങനെയല്ല, അതിലുള്ള മെമ്പേഴ്സ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, സേവിങ്സും അതേപോലെ എമൗണ്ട് ബോറോയും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ UK യൂസ് ചെയ്യുന്ന ടേം ആണ് ബിൽഡിംഗ് സൊസൈറ്റി. ദെൻ US വേറെ ടേംസിലൊക്കെ ഉണ്ട് ഇതേപോലത്തെ സംഭവം. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് കമ്പനീസ് സാധാരണ പ്രൊവൈഡ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇൻഷുറൻസ് നമ്മൾ സെർട്ടൻ പ്രീമിയം പേ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹെൽത്ത് ഇൻഷുറൻസോ വെഹിക്കിൾ ഇൻഷുറൻസോ വാട്ടെവർ.
അപ്പൊ അതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ പെൻഷൻ ഫണ്ട്. ഈ പെൻഷൻ തന്നെ ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട് അല്ലെ. നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, നമ്മളുടെ ഓർഗനൈസേഷൻ തന്നെ സെർട്ടിൻ, നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനി തന്നെ സെർട്ടിൻ എമൗണ്ട് നീക്കി വെച്ചിട്ട് ബാക്കി എമൗണ്ട് സാലറി ആയിട്ട് കിട്ടുന്ന അങ്ങനെ ഒരു പെൻഷൻ ഉണ്ട്. അതല്ലാതെ നമുക്ക് തന്നെ ഒരു സെർട്ടിൻ എമൗണ്ട് വേറൊരു ഓർഗനൈസേഷൻ, നമ്മളെ കമ്പനിയിലല്ലാതെ വേറൊരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാറ് മാറ്റി വെക്കാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ച പെൻഷൻ ഫണ്ട്. ഓക്കെ, അതും ഹാൻഡിൽ ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ച്വലി it is an organization that provides services as intermediary for different type of financial and monetary transaction. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ഡെപ്പോസിറ്റ്സ്, ലോൺസ്. നിങ്ങൾ ബാങ്കിനെ ചിന്തിച്ചാൽ മതി. ഡെപ്പോസിറ്റ്സ്, ലോൺസ്, ഇൻവെസ്റ്റ്മെന്റ്, പെൻഷൻ ഫണ്ട്സ്, അതേപോലെ കറൻസി എക്സ്ചേഞ്ച്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള മൊത്തം സംഭവത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ റോള്, സ്റ്റോക്ക് മാർക്കറ്റ് ചിന്തിച്ചാൽ മതി. സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റോൾ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയാൽ ഫെസിലിറ്റേറ്റ് ട്രേഡ് ഇൻ സ്റ്റോക്സ്. അതായത് ഷെയർസ് സെയിൽ ചെയ്യണമെങ്കിൽ ഇപ്പോ നമ്മള് കമ്പനീന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് ഫണ്ട് ആവശ്യമുള്ള സമയത്ത് ഷെയർസ് സെയിൽ ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വേണം. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇല്ലായിരുന്നെങ്കിൽ കമ്പനി എന്ത് ചെയ്യുക, ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് സെല്ലിംഗ് അല്ലേ പോസിബിൾ ആവാം. പ്രൈവറ്റ് ആയിട്ട് സെല് ചെയ്യേണ്ടി വരുമല്ലേ ഷെയർസ് ഒക്കെ. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ഈസിലി പോസിബിൾ ആവുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ റോളാണ്, ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ് സ്റ്റോക്സ്. രണ്ടാമത്തത് അലോക്കേറ്റ് ക്യാപിറ്റൽ ഇൻ ദി ഇൻഡസ്ട്രി. അതായത് ഞാൻ നേരത്തെ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ സർപ്ലസ് ഫണ്ടുള്ള ആൾക്കാർ, അവർക്ക് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ആക്ച്വലി എന്ത്, ഈ കമ്പനിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ സർപ്ലസ് ഫണ്ട്, കൂടുതൽ ഫണ്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് വേണം. അതേപോലെ ഡെഫിസിറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ടാവല്ലോ. ഇപ്പോൾ കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഫണ്ടിങ് ഇഷ്യൂസ് വരാണെങ്കിൽ ഡെഫിസിറ്റ് യൂണിറ്റ്സ് അവർക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ സർപ്ലസ് ഫണ്ട് ഉള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്, ഡെഫിസിറ്റ് ഫണ്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഫണ്ട് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ രണ്ടുപേരെയും കണക്ട് ചെയ്യിപ്പിക്കുന്ന ആക്ച്വലി ഒരു സ്ഥലമാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞ അലോക്കേറ്റ് ക്യാപിറ്റൽ ഇൻ ദി ഇൻഡസ്ട്രി. ഡെഫിസിറ്റ് യൂണിറ്റ്സിനെയും സർപ്ലസ് ഫണ്ടുള്ള യൂണിറ്റ്സിനെയും കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ഫെയർ പ്രൈസ് ഫോർ ദി അസറ്റ്സ് ട്രേഡഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്കറ്റ് ഫോഴ്സസ് വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സേഷൻ നടക്കുന്നത്. ലൈക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൽ എങ്ങനെയാണ് കമ്മോഡിറ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ വെച്ചിട്ടല്ലേ. അപ്പൊ നമുക്ക് തോന്നിയ വിലയല്ലല്ലോ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്, ഒരു ഫെയർ ആയിട്ടുള്ള പ്രൈസ് നമുക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല അവിടെ വരുന്നത്. ഇപ്പൊ ലൈക്ക് ഇപ്പോ സപ്ലൈ വളരെ കൂടുതലാണ്, അപ്പോ ഓട്ടോമാറ്റിക്കലി ശരിക്കും എന്ത് കിട്ടണം, ചെറിയ വിലക്ക് സാധനം കിട്ടണ്ടേ, സപ്ലൈ അത്രയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ വിലക്ക് കിട്ടും. നേരെ മറിച്ച് ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് സപ്ലൈ വളരെ കുറവാണെങ്കിൽ പ്രൈസ് കൂടുതലായിട്ട് വരും. അത് അങ്ങനെ തന്നെയല്ലേ വരണ്ടേ, കാരണം ഇത് അത്രയും സാധന ഷോർട്ടേജ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രൈസ് ഫിക്സേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, സാധാരണ കമ്മോഡിറ്റി മാർക്കറ്റ് പോലെ. അപ്പോൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ഒരു കമ്പനിയുടെ പെർഫോമൻസ് വളരെ അടിപൊളിയാണ്, നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ നല്ല രീതിയിൽ EPS ഉണ്ട്, DPS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. കാരണം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദി മാർക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫെയർ പ്രൈസ് ഫിക്സേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ 3 റോളായി. ഇപ്പൊ പറഞ്ഞ സെയിം സംഭവം തന്നെ കേട്ടോ, സർപ്ലസ് അതേപോലെ ഡെഫിസിറ്റ്. വിത്തിൻ ഈച്ച് സെക്ടർ there are cash surpluses and deficit. In case of surplus, party will be concerned with investing, depositing or lending. In case of deficit, the party will be concerned borrowing fund to manage their liquidity situation. Okay, ഇപ്പൊ രണ്ടുപേരെയും കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യാം, ഒരു സെർട്ടൈൻ പീപ്പിൾസ് എവിടെ ഉണ്ടാവും, സെർട്ടൈൻ ആൾക്കാർ എവിടെ ഉണ്ടാവും, കൂടുതൽ പൈസയായിട്ട് ഒരു ഏരിയയിൽ ഉണ്ട്. ഓക്കെ, ബട്ട് അവരെ ആരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡെഫിസിറ്റ് ഫണ്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റൂല. ഈ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് എന്തായി, കറക്റ്റ് എന്ത് ചെയ്യുക, ഒരു പ്ലേസ്, ഒരു പ്ലാറ്റ്ഫോം അവിടെ കിട്ടാണ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ക്യാപിറ്റൽ മാർക്കറ്റ് അതേപോലെ മണി മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് അതേപോലെ മണി മാർക്കറ്റും. അതിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നോർമലി നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് വാങ്ങുന്നുണ്ടാവുക, മോർ ദാൻ 1 ഇയർ ലൈഫുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് ആക്ച്വലി ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, നേരെ മറിച്ച് മണി മാർക്കറ്റ് ആണെങ്കിൽ ലെസ് ദാൻ 1 ഇയറുള്ള സാധനങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് ആക്ച്വലി മണി മാർക്കറ്റ്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് സാധാരണ കമ്പനിയുടെ ഷെയർസ്, ബോണ്ട്, ഗവൺമെന്റ് ബോണ്ട് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും. മണി മാർക്കറ്റിലായിരിക്കും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നേരത്തെ കൊമേഴ്ഷ്യൽ ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, അതേപോലെ തന്നെ ട്രഷറി ബില്ല്, അല്ലെ, ഡെറിവേറ്റീവ്സ്, ഇതൊക്കെ സെയിൽ ചെയ്യുന്നത് ഈ മണി മാർക്കറ്റിലായിരിക്കും. ഓക്കെ,
ഈ പറഞ്ഞ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ 2 ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് അതേപോലെ സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഇല്ലേ, നമ്മളെ കമ്പനി ഡയറക്ട്ലി നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഇല്ലേ, അത് ഏത് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുക? പ്രൈമറി മാർക്കറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. നേരെ മറിച്ച് നമ്മൾ ഇപ്പോ കമ്പനി വൺസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാരാ പർച്ചേസ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മാർക്കറ്റിന് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇപ്പൊ പ്രൈമറി മാർക്കറ്റിലായിരിക്കും കമ്പനി ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക? കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. മീൻസ് ഇപ്പോൾ ആദ്യം ഒരു 10,000 കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വിചാരിക്കുക, അത് പ്രൈമറി മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുക. പിന്നെ ആ 10,000 ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വേറെ ആർക്കെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഷെയർസ് വിൽക്കണമെങ്കിൽ അത് സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും വിൽക്കുന്നുണ്ടാവും. സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ വരുന്നുണ്ടാവും. ഇനി ഇത് രണ്ടിലും ഉണ്ട് കേട്ടോ. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിലും ഉണ്ട്, അതേപോലെ തന്നെ മണി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഓക്കെ. അപ്പോ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് ആണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ടേം ഇല്ലേ, ഡൈവേഴ്സിഫിക്കേഷൻ, അത് കറക്റ്റ് ആയിട്ട് പോസിബിൾ ആവണമെങ്കിൽ ഈ സെക്കൻഡറി മാർക്കറ്റ് വേണം. കാരണം എന്താ, ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കമ്പനിയുടെ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് കമ്പനീസിന്റെ ഷെയർസ് വാങ്ങുന്നതിനെയാണല്ലോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ സെക്കൻഡറി മാർക്കറ്റ് വേണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കമ്പനി വൺസ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്തു, എന്നിട്ട് അത് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് പിന്നെ എന്ത് ചെയ്യുന്നില്ല? ട്രേഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ സെക്കൻഡ് ട്രേഡിംഗ് പോസിബിൾ ആവും. രണ്ടാമത്തെ ട്രേഡിംഗ് നടക്കണമെങ്കിൽ അവിടെ സെക്കൻഡറി മാർക്കറ്റ് വേണ്ടേ? രണ്ടാമത്തെ റിസ്ക് ഷിഫ്റ്റിംഗ്. എന്തായിരിക്കും റിസ്ക് ഷിഫ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നെങ്കിൽ ഒരു കമ്പനിന്റെ തന്നെ ഡിഫറെന്റ് സെക്യൂരിറ്റീസ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, ആദ്യം എനിക്ക് ഷെയർ വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു, കാരണം ഷെയറിന്റെ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് എന്റെ റിസ്ക് ടോളറൻസ് വളരെ ഹയർ ആണ്. അപ്പൊ എനിക്ക് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാനായിരുന്നു താല്പര്യം. ഷെയർ വാങ്ങി, കുറച്ചതിന് ശേഷം എന്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഈ റിസ്ക് എടുക്കാനുള്ള ടോളറൻസ് കുറഞ്ഞു, നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഷെയർ വിറ്റിട്ട് ഇതിനേക്കാളും കുറച്ചും കൂടെ ഫിക്സഡ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയിലേക്ക് മാറണം എന്ന് തോന്നുകയാണെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. സെക്കൻഡറി മാർക്കറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഷെയർ സെൽ ചെയ്തിട്ട് അതിന് പകരം ബോണ്ടിലേക്ക് പോവാം. ബോണ്ട് ആകുമ്പോൾ എനിക്ക് എന്തില്ല? റിസ്ക് ഇല്ല. കമ്പാരിറ്റീവ്ലി എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടും. അങ്ങനെ ചിന്തിക്കാം. അപ്പൊ റിസ്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. നേരെ തിരിച്ചും വേണമെങ്കിൽ പറയാം, ഇപ്പൊ ഞാൻ ഓൾറെഡി ലോവർ റിട്ടേൺ കിട്ടുന്ന ബോണ്ട് ആയിരുന്നു ഹോൾഡ് ചെയ്തത്. അപ്പൊ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ബോണ്ട് മാറ്റിയിട്ട് അതിന് പകരം എന്താ? ബോണ്ട് വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബോണ്ട് സെയിൽ ചെയ്തിട്ട് അതിന് പകരം എനിക്ക് ഷെയർ വാങ്ങാം. അങ്ങനെ പറയാം. അല്ലെങ്കിൽ കമ്പനീസിന്റെ തന്നെ ഡിഫറെന്റ് റിസ്ക് ആയിരിക്കുമല്ലോ. എല്ലാ കമ്പനിയുടെയും ബിസിനസ് റിസ്ക് സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആദ്യം ഹോൾഡ് ചെയ്ത കമ്പനി ഹൈ ബിസിനസ് റിസ്ക് ഉള്ള ഒരു കമ്പനി ആയിരുന്നു. അപ്പൊ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അത് വിറ്റിട്ട് കുറച്ചും കൂടെ ലോവർ റിസ്ക് ഉള്ള കമ്പനീന്റെ ഷെയർ വേണമെങ്കിൽ വാങ്ങാം. അങ്ങനെ റിസ്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഡൈവേഴ്സിഫിക്കേഷൻ തന്നെ റിസ്ക് കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലേക്കും ഷിഫ്റ്റ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റിസ്ക് അങ്ങനെ കുറക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാ റിസ്ക് മാനേജ്മെന്റിൽ അല്ലെ? അപ്പൊ അതിൽ ഹെഡ്ജിങ്ങിൽ നമ്മൾ ഓരോ പൊസിഷൻസ് എടുക്കാറില്ലേ? നമ്മൾ ആദ്യം ബൈ ചെയ്തിട്ട് പിന്നെ സെൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആദ്യം സെൽ ചെയ്തിട്ട് പിന്നെ ബൈ ചെയ്യുന്നു. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡറി മാർക്കറ്റ് ആയതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരു ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത്. അപ്പൊ ഈ ഹെഡ്ജിങ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇവിടെ നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ് നടക്കുന്നത്. നാലാമത് ആർബിട്രേജ്. ആർബിട്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയറിന്റെ വില ഡിഫറെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഒരു ഷെയറിന്റെ തന്നെ വിലയിൽ നേരിയ വേരിയേഷൻ ചെറിയ ടൈമിൽ ഉണ്ടാവും. കാരണം ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലും ഒരേ പ്രൈസ് ഇതായിട്ട് വരൂല, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഒരു കമ്പനീന്റെ തന്നെ ഷെയർസിൽ ഈ ടൈം ഡിഫറൻസ്, അത് ചെറിയ ടൈമിൽ എന്ത് ചെയ്യുക? ചെറിയൊരു വ്യത്യാസം, അത് കുറച്ചതിനും ഒരേപോലെ തന്നെ ആവും പ്രൈസ് ഒക്കെ. അപ്പൊ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിഫറെന്റ് പ്രൈസ് വരുന്ന സമയത്ത്
ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങിയിട്ട് വേറൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ സെല് ചെയ്തിട്ട് അതിലൂടെ നേരിയ ലാഭം ഉണ്ടാക്കുന്ന സംഭവത്തിനെയാണ് ആർബിട്രേജ് എന്ന് വിളിക്കുക. ഇത് പോസിബിൾ ആണെങ്കിൽ ഏത് മാർക്കറ്റ് വേണം? നമ്മൾ മാർക്കറ്റ് ഏതായിരിക്കണം? സെക്കൻഡറി മാർക്കറ്റിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. രണ്ടാമത് ട്രേഡ് ചെയ്യാന്ന് പറയുന്ന ഒരു ആക്ഷൻ നടക്കണ്ടേ? ഒന്നാമത്തെ വാങ്ങിയിട്ട് രണ്ടാമത് ട്രേഡ് ചെയ്യുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഏത് മാർക്കറ്റാ? സെക്കൻഡറി മാർക്കറ്റ് ആയിരിക്കണം. ഓക്കെ.